ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് എല്ലാം തന്നെ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിനെല്ലാവരും തന്നെ നല്ല രീതിയിൽ തകൃതിയായിട്ട് പഠിച്ചു പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ പരീക്ഷ എഴുതുന്ന പറഞ്ഞാൽ പല വിവിധ രീതിയിലുള്ള ആളുകളാണ്. അതായത് ചില ആളുകൾ ഈ പറയുന്ന ജോലിക്ക് പോയിട്ട് പഠിക്കുന്നവർ കാണും, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ പഠിക്കാൻ ഇച്ചിരി താമസം എടുക്കുന്നവർ കാണും, അല്ലേ? അതേപോലെ തന്നെ പഠിച്ച് അത്യാവശ്യം ഈ പറയുന്ന സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന ആളുകളൊക്കെ തന്നെ കാണും. അപ്പോൾ നിങ്ങൾ പരീക്ഷകളൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത, അതായത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാർക്ക് മേടിച്ചു തരാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സുകളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾ ഇനിയും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, എന്നിരുന്നാൽ ഈ പറയുന്ന നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ സിലബസ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സമയം വളരെ കുറവാണെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് പറഞ്ഞാൽ നീട്ടുന്നില്ല, നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, വീട്ടിലേക്ക് കടക്കാം. അപ്പം ഇത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൻ്റെ ഒക്കെ തന്നെ ഒരു പൊതുവായിട്ടുള്ള സിലബസ് ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്നത് ഹിസ്റ്ററിയിൽ തന്നെ തുടങ്ങാം. ഓക്കെ, ഹിസ്റ്ററിയിൽ തന്നെ തുടങ്ങാം. 10 മാർക്ക് അടുപ്പിച്ച് അതിനകത്ത് ഭാഗത്ത് നമുക്ക് എന്ത് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്, നിങ്ങൾ എന്തൊക്കെ ഈ പറഞ്ഞ ആദ്യമായിട്ടൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം നിലവിൽ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ തോന്നുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ക്രാക്ക് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. ഓക്കെ, അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഹിസ്റ്ററി ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതാത്ത കുറച്ച് ഭാഗമുണ്ട്. അതാണ് കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്നത്. അതായത് യൂറോപ്യന്മാരുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അതെന്ത് ചെയ്യുക, പഠിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ രണ്ടാമത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നാഷണൽ മൂവ്മെന്റ് ഇൻ കേരളയാണ് കേട്ടോ. കേരളത്തിലെ നാഷണൽ മൂവ്മെന്റ്സ് ആണ് നോക്കേണ്ടത്. മൂന്നാമതായിട്ട് എന്താണ് യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ഐക്യ കേരള മൂവ്മെന്റും, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956, അതായത് കേരള രൂപീകരണത്തിന് ശേഷമുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഈ പറയുന്ന സാഹചര്യം, കേരള സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കിയിട്ട് അതെന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇനി ഒരുപാട് സമയം നമ്മുടെ മുന്നിലില്ല, അല്ലേ? ഈ പറയുന്ന 10-45 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലേക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കുകൾ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നും നേടാൻ വേണ്ടി പറ്റുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് എന്ത് ചെയ്യുക, തയ്യാറെടുപ്പുകൾ നടത്തുക. അല്ലാതെ എല്ലാം കൂടെ എടുത്ത് പഠിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക, അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. രണ്ടാമത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ, ഇന്ത്യ നിങ്ങൾ പ്രധാനപ്പെട്ട സ്ട്രെസ് ചെയ്തിരുന്ന് പഠിക്കുന്ന ടോപ്പിക്കാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. 1857 വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എടുത്ത് നോക്കിയാലും ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമതായിട്ട് സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത്, ഈ പറഞ്ഞ ആര്യ സമാജ് ആയിക്കോട്ടെ, ഈ പറയുന്ന രാമകൃഷ്ണ മിഷൻ ആയിക്കോട്ടെ, ബ്രഹ്മസമാജ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുക, നോട്ട് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങൾ ഏതെല്ലാമാണ്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ്, അല്ലേ, അതോടെ ബന്ധപ്പെട്ട് ഈ പറയുന്ന ഓർഗനൈസേഷൻ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൂടാതെ തന്നെ ഇന്ത്യസ് ഇൻഡിപെൻഡന്റ്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആൻഡ് പീരിയഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, അതായത് പ്രധാനമായിട്ട് ഇന്ത്യൻ യൂണിയൻ ഫോം ചെയ്യാൻ ബന്ധപ്പെട്ട സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന പ്രധാനപ്പെട്ട കമ്മീഷൻസും, അല്ലെ, JPV കമ്മിറ്റിയൊക്കെ അല്ലേ. അപ്പോൾ അതേപോലുള്ള കമ്മിറ്റികളൊക്കെ എന്ത് നിങ്ങൾ നോട്ട് ചെയ്ത്, ഹസൻ അലി കമ്മീഷനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഈ പറയുന്ന ഇൻഡിപെൻഡൻസിനോട് അടുക്കുമ്പോഴുള്ള ഈ പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഈ പറയുന്ന മൗണ്ട് ബാറ്റൻ പ്ലാൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. അതിനോടൊപ്പം തന്നെ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട റെവല്യൂഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ പറയുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും, മറ്റൊന്ന് ഫ്രഞ്ച് റവല്യൂഷനുമാണ് കേട്ടോ, ഫ്രഞ്ച് റവല്യൂഷനുമാണ്. ഓക്കെ, അടുത്തത് നിങ്ങൾ ജോഗ്രഫിയിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു പോയിന്റ് ആണ് ഈ പറയുന്ന എർത്ത് സ്ട്രക്ചർ, ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത്. ഈ പറയുന്ന കോറ്, മാൻറ്റില്, ക്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറില്ലേ, ഈ പറയുന്ന എന്താണ് ഭൂവൽക്കം, മാൻറ്റില്, കാമ്പ് എന്ന് പഠിക്കുന്ന ആ ഒരു ഭാഗം. അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. പ്രഷർ, ബെൽറ്റ് ആൻഡ് വിൻഡ് എപ്പോഴും ഒരു ചോദ്യം കാണും പ്രധാനമായിട്ട്, അതെന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന ഫിസിയോഗ്രഫിയെ കുറിച്ച് പഠിക്കുന്ന സമയങ്ങൾ ഉത്തര മഹാസമതലമായിട്ട് ബന്ധപ്പെട്ടത്, അതേപോലെ ഈ പറയുന്ന രീതിയിൽ മഹാസമതലങ്ങളും, അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന നോർത്തേൺ മൗണ്ടെയിൻസ് ഉണ്ടല്ലോ, അല്ലെ, ഇപ്പൊ നോർത്തേൺ മൗണ്ടെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നോർത്തേൺ മൗണ്ടെയിൻസ് പഠിക്കുക. പെനിൻസുല പ്ലേറ്റോ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പെനിൻസുല പ്ലേറ്റോ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ അഗ്രികൾച്ചർ, നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയുടെ ഈ പറയുന്ന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട അയിരുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അതിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അതൊക്കെ പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്ത് പോകാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യുക,
കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്ന് എന്തായാലും നോട്ട് ചെയ്തേക്കണം. ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്തായാലും ഇന്ത്യ പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് സിസ്റ്റം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഈ പറയുന്ന നാഷണൽ വാട്ടർ വേസ് എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ വാട്ടർ വേസ് എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന ദേശീയ ജലഗതാഗതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വാട്ടർ വേ 1, 2, 3, 4, 5 ഒക്കെ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ പിന്നെ നമ്മുടെ കൂട്ടത്തിലെ അത്യാവശ്യം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് നേടാൻ വേണ്ടി പറ്റുന്നത്, അതായത് ഇവിടെ ഹിസ്റ്ററിയുടെ ജോഗ്രഫി കൂട്ട് അത്ര വൈഡ് അല്ല, എന്നിരുന്നാലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെ ഈ ഒരു ടോപ്പിക്കിന് അത്യാവശ്യം നമ്മളിപ്പോൾ ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന മേഖലയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 5 ഇയർ പ്ലാൻ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ തീർച്ചയായിട്ടും ഒരു ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് പഞ്ചവത്സര പദ്ധതി, നീതി ആയോഗം. നിങ്ങൾ ഏത് ചോദ്യപ്പോൾ എടുത്ത് നോക്കിയാലും പഞ്ചവത്സര പദ്ധതി, നീതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ അടുത്തിടെ വന്ന PSC എക്സാമിനേഷൻസ് എല്ലാം തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് സമയം ലാഭിച്ചുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് സ്പോസ് ചെയ്ത് വെച്ചിട്ട് സിലബസിനകത്ത് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് പോകാം. അടുത്തതാണ് ഈ പറയുന്ന റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതിന് ഫങ്ഷൻസ് പൊതുവെ ചോദിക്കാറുള്ളതാണ്. അത് കൂടാതെ ടാക്സ് രണ്ട് തരം, ഇപ്പം ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, അതേപോലെ ടാക്സ്, നോൺ ടാക്സ് റവന്യൂ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി സിവിക്സിലേക്ക് വരികയാണെങ്കിൽ സിവിക്സിനകത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് ബ്യൂറോക്രസി, ഫീച്ചർ ആൻഡ് ഫംഗ്ഷൻ അല്ലെ, ബ്യൂറോക്രസിയായിട്ട് ബന്ധപ്പെട്ടത്. അതേപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ടത്, ഇന്ത്യൻ സിവിൽ സർവീസ് പഠിക്കുമ്പോൾ തന്നെ സ്റ്റേറ്റ് സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ടത്, ഇ ഗവർണൻസ്, അതേപോലെ തന്നെ ഇൻഫോർമേഷൻ കമ്മീഷൻ, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, വിവരാവകാശ കമ്മീഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടും, RTI ആക്ട് 2005 ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ തന്നെ ഗവൺമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഈ പറയുന്ന 3 തൂണുകളുണ്ടല്ലോ, ഗവൺമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ ഒക്കെ എന്ത് നിങ്ങൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ വിവരാവകാശം പഠിക്കുമ്പോൾ തന്നെ മനുഷ്യാവകാശവും പഠിക്കണം. ഓക്കെ, പൊതുവെ ആളുകൾ ഇടയ്ക്കിടെ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് മനുഷ്യാവകാശം, വിവരാവകാശം. പക്ഷേ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മനുഷ്യാവകാശത്തിൽ നിന്നും വിവരാവകാശത്തിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നതാണ്. മുൻവർഷ ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഹ്യൂമൻ റൈറ്റ്സ് എന്തെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് ഏതെല്ലാമാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ വാട്ടർഷെഡ് മാനേജ്മെന്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി, ഈ ഒരു ഭാഗം എന്ത് ചെയ്യാം, പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഓർത്തിരിക്കുക, നമ്മുടെ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ, അത് ചിൽഡ്രൻ എന്ന് പറയും പോസ്കോ ആയിട്ട് ബന്ധപ്പെട്ടത്, പോക്സോ ഉണ്ടല്ലോ, നമ്മൾ പോക്സോ ആയിട്ട് ബന്ധപ്പെട്ട് പോക്സോ നിയമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയോട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ പ്രധാനമായിട്ടും ചോദ്യം വരുന്ന കുറച്ച് മേഖലയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെ, ഡയറക്റ്റ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസി, ഇതെല്ലാം എന്ത് ചെയ്യും, സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഭാഗങ്ങളാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റുകൾ, പ്രധാനപ്പെട്ട 44, 92, അല്ലെങ്കിൽ 73, 74 ഒക്കെ ഒരുപാട് ഈ പറയുന്ന അമെൻമെന്റുകളില്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. പഞ്ചായത്ത് രാജ് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ലിസ്റ്റുകൾ നോക്കണം കേട്ടെ, ഏതെല്ലാം ലിസ്റ്റിനകത്ത് എന്തെല്ലാം പെടുന്നു, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, ഇതിനകത്ത് ഈ പറയുന്ന എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഒക്കെ ഏത് ലിസ്റ്റിനകത്തൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി കലാകായികം, അതേപോലെ തന്നെ സംസ്കാരം, ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കായിക മേഖലയിൽ നിന്ന് പ്രധാനമായിട്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ ഏതെല്ലാമാണെന്നുള്ള എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കണം. ഈ അടുത്തിടെ ഈ പറയുന്ന അതായത് ഈ പറയുന്ന 2024, 25, 26 കാലഘട്ടങ്ങളിലായിട്ട് പ്രധാനമായിട്ട് അച്ചീവ്മെന്റ് നേടിയിട്ടുള്ള വ്യക്തികൾ, അവരുടെ ഇനങ്ങൾ നേടിയ അവാർഡുകളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അടുത്തത് പ്രധാനപ്പെട്ട അവാർഡുകൾ നോക്കുക. അവാർഡ് ജേതാക്കൾ ആരെല്ലാമായിരുന്നു, ഓരോ അവാർഡ് ഏത് മേഖല പ്രകടനത്തിനാണ് എന്ത് ചെയ്യുക നൽകിയിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് എന്ത് ചെയ്യുക, ശേഖരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കളികളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട പദങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. കളിക്കാതെ ഈ പറയുന്ന ഓരോ കളിയിൽ എത്രത്തോളം അംഗങ്ങൾ എന്ത് ചെയ്യുന്നു അതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഒളിമ്പിക്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് ഒളിമ്പിക്സ്. ഒരു ഒളിമ്പിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്ത്യയുടെ സ്വർണ്ണങ്ങൾ ആരൊക്കെ സ്വർണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട മെഡലുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആരെല്ലാമാണ്, മെഡൽ പട്ടികയിൽ ഒന്നാമത് ആരെല്ലാമായിരുന്നു, എവിടെ വെച്ചാണ് നടന്നതെന്നൊക്കെ എന്ത് ചെയ്യുന്നു പൊതുവെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനപ്പെട്ട വേദികൾ, രാജ്യങ്ങൾ, ഒളിമ്പിക്സ്, ഇന്ത്യ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ എന്ത് ചെയ്യും പൊതുവെ ചോദിക്കാറുള്ളതാണ്. ഇനി അതുകൂടാതെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഏഷ്യൻ ഗെയിംസ് പോലുള്ള ഗെയിംസുകളിലെ പ്രധാനമായിട്ട് ഇന്ത്യയുടെ പ്രകടനം, മറ്റ് ഗെയിമുകൾ ഇന്ത്യയുടെ പ്രകടനം, അതേപോലെ തന്നെ
ദേശീയ ഗെയിംസ് നാഷണൽ ഗെയിംസ് എവിടെ നടന്നു, അതേപോലെ ഖേലോ ഇന്ത്യ ഒക്കെ ഉണ്ടല്ലോ, ഖേലോ ഇന്ത്യ എപ്പോഴും ചോദിക്കാറുണ്ട്, ഖേലോ ഇന്ത്യ എവിടെ നടക്കുന്നു, എവിടെ വെച്ച് നടക്കുന്നു, ഇന്ത്യയുടെ കേരളത്തിൻ്റെ നേട്ടങ്ങൾ അതൊക്കെ പൊതുവെ എന്താണ്, അല്ലെങ്കിൽ പറയുന്ന ഏത് സ്റ്റേറ്റൊക്കെയാണ് മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത്, അതിന് മസ്കട്ടൊക്കെ എന്ത് ചെയ്യും ചോദിക്കാറുള്ളത്, അത് ഇന്ത്യ നോട്ട് ചെയ്ത് വെക്കുക. സാഹിത്യം നോക്കുകയാണെങ്കിൽ സാഹിത്യത്തിൽ മലയാളത്തിൽ പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ കൃതികൾ, കർത്താക്കൾ ആരെല്ലാമാണെന്നുള്ളത് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ എഴുത്തുകാരും അവരുടെ തൂലികാ നാമങ്ങളും എന്ത് നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള വരികൾ, കൃതികൾ, എഴുത്തുകാർ എന്നിവ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് നന്നായിരിക്കും. അതേപോലെ ജ്ഞാനപീഠം നേടിയിട്ടുണ്ടായിരുന്ന മലയാളികൾ ഇപ്പോഴത്തെ ജ്ഞാനപീഠം എന്ത് ചെയ്തിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വൈരമുത്തുവിൻ്റെ ഒക്കെ പേരതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജ്ഞാനപീഠവും അതേപോലെ വിനോദ് കുമാർ ശുക്ലയുടെ ഈ പറയുന്ന 9 വർഷത്തെ ജ്ഞാനപീഠമൊക്കെ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക. അവർക്ക് ഏതൊക്കെ കൃതികളാണെന്നുള്ളത് എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുന്നത് പരീക്ഷയ്ക്ക് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് നോട്ട് ചെയ്ത് നോക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. അതിനകത്ത് ഈ പറഞ്ഞ ഹാർഡ്വെയറിനകത്ത് തന്നെ ഈ പറഞ്ഞ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ് എന്നിവ എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കുക. സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ രണ്ടും എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചും അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് പ്രധാനപ്പെട്ട കുറച്ച് എക്സാമ്പിളുകൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കാം. ഈ നെറ്റ്വർക്കിൽ നിന്ന് എന്തായാലും ചോദ്യം വരും. ഓക്കെ, പൊതുവെ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്ന് എന്തായാലും ചോദ്യം വരുന്ന ഭാഗമാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ലാൻ വാൻ മാൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന നെറ്റ്വർക്കിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങളൊക്കെ വരുന്നതാണ്. ഇനി ഇന്റർനെറ്റ് വരികയാണെങ്കിൽ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട WWW, ഇമെയിൽ, സെർച്ച് എഞ്ചിൻസുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകളൊക്കെ എന്ത് ചെയ്യും നോട്ട് ചെയ്ത് വെക്കണം. സൈബർ ക്രൈംസ്, ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സൈബർ ക്രൈംസ് എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. സൈബർ ക്രൈംസുമായിട്ട് ബന്ധപ്പെട്ടാണ് IT ആക്ട് അല്ലെ, IT ആക്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ എന്ത് ചെയ്യണം പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് ഇപ്പോൾ പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻസ്, നാഷണൽ പോളിസി ആൻഡ് S&T ഇന്നോവേഷൻസ്, ISR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ISR ബന്ധപ്പെട്ടത് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്, എനർജി പോളിസി ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. പിന്നെ ബയോഡൈവേഴ്സിറ്റിയോട് ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റീസ് ഇമ്പോർട്ടൻറ്റ് കൺസേൺസ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ് തുടങ്ങിയിട്ട് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ്, വെസ്റ്റേൺ ഗാർഡ്സ്, അതേപോലെ തന്നെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, എൻവയോൺമെന്റൽ ഹസാർഡ്സ്. പിന്നെ ഈ താഴെ കിടക്കുന്നുണ്ടോ ഡെവലപ്മെന്റ് ഇൻ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി ആൻഡ് നാനോ ടെക്നോളജി, കാർബൺ എമിഷൻ ആൻഡ് ഗ്ലോബൽ വാർമിംഗ്, ഗ്ലോബൽ വാർമിംഗ് അല്ലെ ആഗോളതാപനയോട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്യാൻ തന്നെ ഏകദേശം നല്ലൊരു മാർക്ക്, ഓക്കെ, 60 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് കൂടാതെ തന്നെ നിങ്ങൾ അതെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ പൊതുവെ പറഞ്ഞ GK ആൻഡ് GS ഭാഗങ്ങളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നിങ്ങൾ കണക്ക്, മലയാളം, ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കണക്ക്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ടോപ്പിക്ക് അത്യാവശ്യം നോക്കിപ്പോയാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പോലെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണ്, നിങ്ങൾക്ക് ഇനി ഒരു നല്ല ഗൈഡൻസോട് കൂടി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ AZB അക്കാഡമിയിൽ ക്രാഷ് ബാച്ച് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ ഈ പറഞ്ഞ ക്രാഷ് ബാച്ച് ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ PVQ സെഷൻസ് ഒക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ പറഞ്ഞ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തൊട്ട് താഴെ കണ്ട് നമ്മൾ വിളിച്ച് എന്ത് ഉടനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതെല്ലാം എന്ത് ചെയ്യും പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം വിശ്വസ്തയോടുകൂടി തന്നെ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതുവരെ ഈ പറഞ്ഞ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന മേഖലകൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. പഠിച്ചു തീരാറ് ഈ പറയുന്ന സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക റിവൈസ് ചെയ്യാനും ശ്രമിക്കുക. ഈ ഒരു മേഖല നല്ല രീതിയിൽ എന്ത് ചെയ്യുക റിവൈസ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഓക്കെ, താങ്ക് യു, ബൈ.